കോഴിക്കോട് കോം ട്രസ്റ്റ് നെയ്ത്തുശാല ഏറ്റെടുക്കൽ നിയമക്കുരുക്കിൽപ്പെട്ടതോടെ 100-ലേറെ തൊഴിലാളികൾ ഇന്നും പ്രതിസന്ധിയിലാണ്. 15 വർഷം മുൻപ് പൂട്ടിപ്പോയ നെയ്ത്തുശാല ഏറ്റെടുക്കുന്നതിനുള്ള ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 15 വർഷമായി സമരം ചെയ്യുകയാണ് തൊഴിലാളികൾ. 2020 ആയപ്പോൾ രണ്ടായി പിരിഞ്ഞ് വ്യത്യസ്ത സമരപരിപാടികളിലേക്ക് അവർ മുന്നോട്ട് പോയി. അതേക്കുറിച്ചാണ് ഇനി പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. AK അഭിലാഷ്, ഗുഡ് ഈവനിങ്. പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്കിടയിലുള്ള ഒരു വേർപിരിയൽ സമരത്തിന് നിൽക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, കോഴിക്കോടിനെ സംബന്ധിച്ച് നീറുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ കോം ട്രസ്റ്റ് തൊഴിലാളികളുടെ വിഷയം. അഴിച്ചിട്ടും കുരുക്കഴിയാത്ത ഒരു നിയമപ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 15 വർഷമായി 107ഓളം തൊഴിലാളികളാണ് ഇപ്പോൾ സമരരംഗത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 2020 വരെ ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്. പിന്നീട് വേർപിരിയുന്ന ഇടപിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും 2009 ഈ കോം ട്രസ്റ്റ് ഫാക്ടറി നഷ്ടത്തിലായതോടുകൂടി തന്നെ അടച്ചുപൂട്ടുന്നത്. അതിന് പിന്നാലെ തന്നെ 2010 സംസ്ഥാന സർക്കാർ ഈ കോം ട്രസ്റ്റ് ഫാക്ടറി ഏറ്റെടുക്കുന്നതും കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. അന്ന് 5000 രൂപ ഈ തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നു. പിന്നീട് 2012 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുകയും ചെയ്തത്. ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. രാഷ്ട്രപതി 2018 മാത്രമാണ് ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നത്, അനുമതി നൽകുന്നത്. അതായത് ഇത് കോം ട്രസ്റ്റ് ഫാക്ടറി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഒപ്പുവെക്കുന്നത്. പക്ഷേ 2012 ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കോം ട്രസ്റ്റ് ഫാക്ടറിയുടെ ഏതാണ്ട് 3 ഏക്കറിലധികം ഭൂമിയിൽ 1.5 ഏക്കറോളം ഭൂമി ചില സ്വകാര്യ വ്യക്തികളും അതോടൊപ്പം തന്നെ ഒരു സൊസൈറ്റിയോടും ചേർന്ന് ഈ കോം ട്രസ്റ്റ് ഫാക്ടറി മാനേജ്മെൻറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. പക്ഷേ ഈ രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവെച്ചെങ്കിൽ പോലും ഇത് കാരണം ഈ തൊഴിലാളികളും ഈ സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹൈക്കോടതി ഇതൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവാണ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. അതോടുകൂടി തന്നെ 2020 വരെ ഒരുമിച്ച് നിന്നിരുന്ന ഈ തൊഴിലാളികൾ പിന്നീട് വേർപിരിയുകയും ഒരു വിഭാഗം 58ഓളം വരുന്ന ആളുകൾ ഒരു വിഭാഗമായി പിരിഞ്ഞ് അവർ നിയമയുദ്ധത്തിലേക്ക് പോവുകയും മറ്റുള്ള വിഭാഗം ഇപ്പോഴും ഈ സമരം തുടരുകയും ചെയ്തു. അതായത് 15 അഭിലാഷ്, 100ഓളം തൊഴിലാളികളുണ്ട്. അവരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. വഴിയാധാരമായി നിൽക്കുന്നവർ, അവർക്കിടയിലേക്ക് നമുക്ക് ചെല്ലാം. തീർച്ചയായിട്ടും അവരുടെ വാക്കുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സമരമുഖത്താണ് നിങ്ങൾ. ഏതാണ്ട് 15 വർഷമായി ഈ സമരം തുടർന്നു. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും? ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ 2018 രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ബില്ല് ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ 6 വർഷമായി ഞങ്ങളെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളെ കാര്യത്തിൽ രാഷ്ട്രപതി വരെ അംഗീകരിച്ച് ബില്ല് വരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഭരിക്കുന്ന ഈ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് നേടിത്തരാത്തതെന്ന് അറിയാനാണ്. അതാണ് ഈ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ നിയമക്കുരുക്കാണ് ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തേണ്ടത്? പക്ഷേ എനിക്ക് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എല്ലാ തൊഴിലാളിയും കാണണം. ഞങ്ങൾക്ക് നേരിട്ട് എല്ലാ തൊഴിലാളികൾക്കും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണണം. നമ്മളെ ഈ ഭരണത്തിൽ 4 മന്ത്രിമാരുണ്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 മന്ത്രിമാരും ഈ റവന്യൂ വകുപ്പിലുള്ള മന്ത്രിമാർ ഒക്കെ ഉണ്ട് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? ഇതെന്നോ തീർന്നു പോകേണ്ട ഈ ഞങ്ങൾ ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഈ 6 കൊല്ലമായിട്ടും അനുകൂലമായിട്ട് രാഷ്ട്രപതി അംഗീകരിച്ചിട്ട് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷ്, അവരുടെ ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ടെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അഭിലാഷ്. അതിൽ ഈ സംഘടനയുടെ തന്നെ മറ്റു ആളുകൾ ഉണ്ടാകുമല്ലോ അവിടെ. അവരോട് ചോദിക്കൂ, എന്തുകൊണ്ട് സ്ഥലത്തുള്ള ആളുകൾ MLA ആയാലും MP ആയാലും ഒന്നും ഈ വിഷയത്തിലേക്ക് ഇടപെടാതെ പോകുന്നു? ഈ ഗവൺമെന്റ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാവാത്തത്? ഇവർ പറയുന്നതോടെ ഈ സമരമുഖത്ത് നിന്നുകൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാകുമോ? ഇത് സമരമുഖത്ത് നിന്നുകൊണ്ട് മാത്രം പരിഹാരം കാണില്ല എന്ന് പറയാനുള്ള കാരണം, സർക്കാരിൻ്റെ അടുത്ത് നിരന്തരം ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ സർക്കാർ തരുന്ന മറുപടിൻ്റെ അകത്ത് ഭൂമി 3 കക്ഷികൾ, ഒന്ന് CPMൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയും, ഒന്ന് VKC മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള VTCയും, ഒന്ന് PMIS എന്ന് പറഞ്ഞ ഈ 3 കമ്പനിയാണ് ഹൈക്കോടതിയിൽ കേസ് വരയിട്ടുള്ളത് 2018. അതും പ്രസിഡന്റിന് അംഗീകാരം കിട്ടി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്ന് ഞങ്ങൾക്ക് ജോലി കിട്ടേണ്ടതാണ്. ഞങ്ങൾ ഇന്നും ജോലി ഇല്ലാതെ തേരാപേര നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇവർ ഹൈക്കോടതിയിലുണ്ട്, രാഷ്ട്രപതി ഒപ്പുവെച്ച ബില്ലിനെ മുകളിലാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഈ തർക്കത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ബില്ല് നടപ്പിലാക്കാത്തത് എന്ന് പറയുമ്പോൾ സമരസമിതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർ പറയുന്നത് പ്രസിഡന്റ് ഒപ്പുവെച്ച ബില്ലിൽ കേസ് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ സർക്കാർ ഈ വാദമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെന്താ 58 തൊഴിലാളികൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ നിയമം
ഉണ്ടോ എന്നും പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ച നിയമമുണ്ടെന്നും അതിനെ നിയമസഭ ബില്ല് പാസ്സാക്കിയതാണെന്നും 140 MLA പാസ്സാക്കിയതാണെന്നും ഇത് ഭൂമാഫിയക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ 15 വർഷക്കാലമായി ഇത് എന്തെങ്കിലും തുറക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിക്കുന്ന തൊഴിലാളികളാണ്. ഈ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തത്? ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ സംഘടനയുടെ കൂടെ നിൽക്കുമ്പോൾ സംഘടന ഈ കേസ് ഹൈക്കോടതിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെങ്കിലും ആ കേസ് ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേ കിട്ടൂല. സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ നീട്ടിക്കൊണ്ടുപോകില്ല. അതങ്ങനെ ഈ ഒരു പ്രസിഡന്റ് ഒപ്പുവെച്ചൊരു നിയമമല്ലത്. അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സമരത്തിൻ്റെ കൂടെ നിന്ന് എപ്പോഴും സമരം ചെയ്യുമ്പോഴും 15 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട് ഞങ്ങളെപ്പോലത്തെ ഇത്രയും ചെറുപ്പക്കാർ സാർ നോക്കിയാൽ ചെറുപ്പമൊന്നും പറയാനായില്ല, അതും കഴിഞ്ഞ്. പക്ഷേ ഞങ്ങൾക്ക് ഇനി ജോലി കിട്ടുമോ? എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സർക്കാർ അത് പരിഹരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഈ 15 വർഷം ഞങ്ങൾ പോയ വർഷം ഇത് എന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? 58 വയസ്സ് കഴിഞ്ഞവർക്ക് 5000 നിർത്തി, മരണപ്പെട്ടവർക്കും പൈസ നിർത്തി. ഇനി ഞങ്ങൾ ഈ പ്രതീക്ഷയോട് കാത്തു നിൽക്കുമ്പോഴാണ് ഇത് കെട്ടിടത്തിന് തീ കൊടുത്തത്. അതിനകത്തുള്ള ഒരുവിധ രേഖകളും ഇനി പുരാവസ്ഥയിൽ സംരക്ഷിക്കുക തന്നെയാണെങ്കിലും അത് മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? ഞങ്ങളിപ്പോൾ സർക്കാർ തന്ന 5 രൂപയാണ് KSIDC തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 107 തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പാസ്സാക്കിയ ഒരു ഓർഡറാണിത്. പക്ഷേ ഈ ഗവൺമെൻറ് കാലത്ത് ഇപ്പോൾ LDFൻ്റെ ഗവൺമെൻറ് കാലത്ത് തൊഴിലാളി വർഗ്ഗ ഗവൺമെൻറ്റാണ്, ഞങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ ഗവൺമെൻറ് കാലത്ത് 58 വയസ്സ് കഴിഞ്ഞവർക്കും മരണപ്പെട്ടവർക്കും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് 45ഓളം തൊഴിലാളികൾക്ക് ഇപ്പോൾ പൈസ കൊടുക്കുന്നില്ല. ആകെ 5 രൂപ കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിതമായിട്ട് എല്ലാവരും കൂടി മുന്നോട്ട് പോകുന്നത്. ഈ ഇതിൽ അഭിലാഷേ ഒരു കാര്യം കൂടി അറിയണമല്ലോ. അഭിലാഷ്, ഇപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഉണ്ടായ തീപിടുത്തമാണ്. വ്യാഴാഴ്ച രാത്രി കോംട്രസ്റ്റ് ഫാക്ടറിയിൽ തീ പിടിച്ചതാണ്. ആ തീ പിടിച്ചപ്പോൾ പ്രധാനപ്പെട്ട രേഖകളടക്കം എല്ലാം കത്തിച്ചാമ്പലായി. അതിൽ അട്ടിമറിയുണ്ടെന്ന് INTUC അപ്പോൾ തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യവസായ വകുപ്പ് തന്നെ പറയുന്നു തീപിടുത്തമുണ്ടായി, എന്തെല്ലാം നശിച്ചു, ടൗൺ പ്ലാനിംഗ് വിഭാഗം അവിടെ എത്തുന്നു, മേയർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പാവും നൂലും അലമാരയും ഷെൽഫും എല്ലാം കത്തി നശിച്ചല്ലോ അഭിലാഷ്. അതും ഇതും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായല്ലോ കഴിഞ്ഞ ദിവസം, അതിൻ്റെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം കൃത്യമായി നടക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്തൊക്കെ രേഖകളാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീപിടുത്തമുണ്ടായത് എന്ന് അനുമാനിക്കാൻ കഴിയുമോ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ആധുനിക നെയ്ത്ത് ഫാക്ടറി പുരാതന മ്യൂസിയമാണ് ബില്ലിലുള്ളത്. പുരാതന മ്യൂസിയം എന്ന് പറയുമ്പോൾ 200 വർഷത്തോളം പഴക്കമുള്ള ഫർണിച്ചർ അടക്കം അതിൻ്റെ അകത്ത് പലതും ഉണ്ട്. അതിൻ്റെ അകത്ത് കാരണം അപ്പുറത്തുള്ള എല്ലാ ബിൽഡിങ്ങിനകത്ത് സാധനങ്ങളെല്ലാം അടിച്ചു കൊണ്ടുപോയി. കാരണം ഇത് മുന്നേ ഉള്ളവരും കടത്തിക്കൊണ്ടതാണ്. അത് എത്ര പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും ഇപ്പോൾ ഞങ്ങൾ തന്നെ ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തതാണ്. കളക്ടർ ഓഫീസിൽ നിന്നും ഒരാൾ പോലും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ആകെ വന്നിരിക്കുന്നത് നമ്മൾ അറിവിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ്. അവർ വന്നും കണ്ട് ഈ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോയപ്പോഴും ഇപ്പോഴും അവർ പറയുന്നത് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി, പേ പാർക്ക് ചെയ്യാൻ വേണ്ടി അവരെ സമീപിച്ചു. ഒരു തീപിടുത്തം സ്വാഭാവികമല്ല എന്ന് ഫയർഫോഴ്സ് നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ ആ തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം പോലും ഇതുവരെ നടന്നിട്ടില്ല. കാരണം നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് നമുക്ക് അറിയുന്നതാണല്ലോ, നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വരുമ്പോഴും ഇത് എങ്ങനെയാണ് തീപിടിച്ചതെന്നോ ഫയർഫോഴ്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇത് തീ വെട്ടതല്ല, തീ കൊടുത്തതാണ് എന്ന് തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ഇതെന്താണെന്ന് ഒന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ തീപിടുത്തമുണ്ട് നമ്മൾ ജില്ലാ കളക്ടറെങ്കിലും ഒന്ന് വന്ന് സന്ദർശിക്കില്ല. കാരണം ടൗണിൻ്റെ നടുക്ക് 200ഓളം പഴക്കം വർഷമുള്ളൊരു ഫാക്ടറി ആണുള്ളത്. അപ്പോൾ പുരാതന മ്യൂസിയത്തിലൊരു ഫാക്ടറി ആകുമ്പോൾ കത്തിപ്പോകുമ്പോൾ അതിനകത്ത് എന്തൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഒരു അന്വേഷണം പോലും നടത്താൻ ആരും തയ്യാറാവാതെ ഞങ്ങൾ ഇപ്പോഴും ഒരു അടിമകളമാതിരി ഫാക്ടറി അല്ല ഞങ്ങൾ തന്നെ കത്തിപ്പോയാൽ തന്നെ ആരും തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസ്ഥയപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ തന്നെയുള്ളൂ. ഇവിടെ നിയമവിരുദ്ധമായിട്ട് ഭൂമി കയ്യേറിയപ്പോൾ തന്നെ അവരെ സ്ഥലം എന്നാണ്ട് അവർ ബിൽഡിംഗ് അടക്കം ഈ പുരാവസ്തു എന്ന് പറയുന്ന ബിൽഡിംഗ് തച്ചു താർക്കാണ്ടി വന്നാൽ ഗുണ്ടകളെ കൊണ്ടിട്ട് ഞങ്ങൾ ആക്രമിക്കുന്ന തരത്തിൽ വന്നതാണ്. അത് ഈ സ്ത്രീ തൊഴിലാളികളെല്ലാവരും എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടെ അവിടെ തടഞ്ഞതാണ്. 1-2 പ്രാവശ്യമല്ല, 3-4 ദിവസം അവിടെ തമ്പടിച്ചവർ വന്നതാണ്. പിന്നെ അവിടുത്തെ കോമ്പൗണ്ട് പൊളിച്ച് അതേമാതിരി തന്നെ ഇവിടെ ഈ തീ കിട്ടാന്ന് വെച്ചാൽ ഇത് പുരാവസ്തുവായിട്ട് ഈ ബിൽഡിങ്ങേ ഉള്ളൂ, ബാക്കി നെയ്ത്ത് സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. ഈ ബിൽഡിങ്ങിനൂടെ തീ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് തന്നെ ഞങ്ങൾക്ക് പറയുന്നത്. ഈ സമരമുഖത്ത് നിൽക്കുന്ന നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഭീഷണികളൊന്നുമില്ല. തൊഴിലാളികൾ സമരത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഭീഷണിയൊന്നുമില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് പോകുന്നില്ല എന്നുള്ള കാരണം ഇവിടെ പേ പാർക്കിംഗ് നിയമവിരുദ്ധമായി ഭൂമി വാങ്ങി എല്ലാം പറയുന്നുണ്ടല്ലോ. ഭൂമാഫിയ എന്ന് പറയുമ്പോൾ അവിടെ പേ പാർക്കിംഗ് നടത്തുമ്പോൾ അതിനെതിരെ അവരെ ശബ്ദിച്ചിട്ടില്ല. പേ പാർക്കിംഗ് നടത്തുകയാണ് അവർ. ആര് ഭൂമി വാങ്ങിയവർ ഹൈക്കോടതി കേസുള്ളപ്പോൾ ആ കേസിൻ്റെ ഒരു വിധി വരാത്ത സമയത്തും പേ പാർക്കിംഗ് നടത്താണ്. അതിന് ചോദ്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതുവരെ ചോദ്യം ചോദിക്കില്ല. ഞങ്ങൾക്ക് അതിലൊക്കെയാണ് വിമർശനം. ഈ പ്രശ്നപരിഹാരം കാണേണ്ടുന്ന സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് മുഖ്യമന്ത്രിനെയും അതേമാതിരി വ്യവസായ മന്ത്രിനെയൊക്കെ നമ്മൾ പോയി കണ്ടതാണ്. അവിടെ ഒന്നും തന്നെ ഹൈക്കോടതി കേസുണ്ട്, ഞാൻ നിയമവകുപ്പ് മന്ത്രി അതിനെക്കൊണ്ട് എനിക്ക് നിയമം വിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ തൊഴിലാളികൾ പറഞ്ഞത് ഞങ്ങൾ തൊഴിലാളി കൂട്ടായ്മയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിയമത്തിൽ നിന്നിട്ട് ആദ്യം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഞങ്ങളെ ആവശ്യം. കാരണം സമരം ചെയ്ത് ഞങ്ങൾ എതിർക്കാനൊന്നുമില്ല. എന്താ കാരണം അറിയോ?
നിയമമാണല്ലോ, അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ATC CPI സമരം ചെയ്തോട്ടെ, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 107 തൊഴിലാളികൾ എന്തിനാണ് വെച്ചിട്ട് എല്ലാവരും കളിക്കാൻ നിൽക്കുന്നത്? തൊഴിലാളികൾക്ക് അർഹമായുള്ള ജോലി, കൂലി അതിനകത്ത് നിന്നും കൊണ്ട് സർക്കാർ എന്ത് ചെയ്യണം? അതിന് പരിഗണിക്കണം. അതിന് ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറില്ല. സർക്കാർ ഒളിച്ചു കളിക്കുകയാണോ? സർക്കാർ ഈ കാരണം ഞങ്ങൾ പല ഡിമാൻഡ് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഈ അഡ്വക്കേറ്റ് ജനറൽ അടക്കം പോയി കൊണ്ട് കേസ് പെട്ടെന്ന് തന്നെ എടുത്ത് തീരുമാനമാക്കാൻ പറയുമ്പോഴൊന്നും സർക്കാർ ഇതുവരെ ഇത്രയും വർഷമായിട്ട് 15 വർഷമായി ഇതുവരെ സർക്കാർ ഒരു മീറ്റിംഗ് പോലും വിളിക്കാൻ തയ്യാറായിട്ടില്ല. സുജയ, ഇവരുടെ കാര്യം കഷ്ടമാണ്. കാരണം ഒരു മീറ്റിംഗ് വിളിക്കാൻ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുള്ള 2 മന്ത്രിമാരോട് ഈ കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അവർ ഇപ്പോഴും 15 വർഷത്തോളമായി തൊഴിൽരഹിതരായി നിൽക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായും AK അഭിലാഷ്, 15 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. 15 വർഷമായി ഒരു തൊഴിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനായുള്ള പോരാട്ടം അതിപ്പോൾ നിയമക്കുരുക്കിലേക്ക് വന്ന് നിൽക്കുകയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ എല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞ് നിൽക്കുന്ന അശരണരായ ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ അട്ടിമറിയുണ്ട് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നതാണ്. ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നതാണ്. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്.